ആ ബ്രോ എത്തിയോ? അമ്മ ഞാൻ പറഞ്ഞിട്ടില്ലേ, ചന്ദ്രോത്തിനെതിരെയുള്ള ഞങ്ങളുടെ പുതിയ ടീം, അതിലെ കെവിനാ. ആ മനസ്സിലായി. കേറി വാ. അമ്മയ്ക്ക് അറിയില്ലല്ലോ, അതാ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞത്. ആര് പറഞ്ഞു? അരുന്ധതി മേഡത്തിനെ എന്നെ നന്നായിട്ട് അറിയാം. മേഡത്തിന് എന്നെ കണ്ട് പരിചയമില്ലേ? മുമ്പ് നന്ദനോടൊപ്പം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് ഞാനും മേഡവും തമ്മിൽ കുറച്ച് സംസാരം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. നന്ദന്റെ ബെസ്റ്റ് ഫ്രണ്ട്. നന്ദന്റെയും ദേവികയുടെയും കൂടെ കോളേജിൽ പഠിച്ചിരുന്ന കെവിൻ അല്ലേ? അതെ മാഡം, അന്ന് കൂടെ പഠിച്ചിരുന്നു. ഇതിപ്പോ അവരൊന്ന് പഠിപ്പിക്കാനാ ഞാനും ഋഷി ഒന്നിച്ചത്. നന്ദൻ്റെ അമ്മ മാഡത്തോട് ഋഷിയോടും കാണിച്ചതിനൊക്കെ കൃത്യമായിട്ട് പകരം ചോദിച്ചിരിക്കും. കെവിൻ, ഞാൻ ഋഷിയോടും പറഞ്ഞു, ഇനി പ്രതികാരമൊന്നും വേണ്ട. ഞാൻ എല്ലാം അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇനിയും വാശിയും പകയൊക്കെ തുടർന്നാ ഒന്നും ഒരിടത്തും അവസാനിക്കില്ല. അവസാനിക്കരുത് മാഡം, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. മാഡത്തിന് പേടിയുണ്ടെങ്കിൽ ഋഷി ഞങ്ങളോടൊപ്പം ചേർക്കണ്ട. പക്ഷെ ഞാനും ഇസബെല്ലും DVSP ഐസക് സാറും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. നിങ്ങൾ 3 പേരല്ല, ഞാനും ഉണ്ട്. മാഡം, പ്രഭാവതിക്കും കുടുംബത്തിനും എന്നെ ഇപ്പം ഭയങ്കര വിശ്വാസമാണ്. നന്ദന്താ എൻ്റെ ഈ കൈവെള്ളയില്ല. അവരിനി എന്ത് ചെയ്യണമെന്നേ ഞാൻ തീരുമാനിക്കും. കെവിൻ, സത്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും പുറത്തു വന്നാ അത് വലിയ കുഴപ്പങ്ങൾ ചെന്നെത്തിക്കും. അത് മാഡം പേടിക്കണ്ട. DVSP ഐസക് കുരുവിള സാറ് ഞങ്ങളോടൊപ്പം സ്ട്രോങ് ആയിട്ടുണ്ട്. DGPയുമായി അടുത്ത ബന്ധം ഐസക് സാറിന്. പരാതികളൊക്കെ സാറ് ബ്ലോക്ക് ചെയ്തോളും. അമ്മേ, വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാ ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ ഒരുങ്ങി ഇറങ്ങിയത്. ഇനി എന്ത് സംഭവിച്ചാലും ഒക്കെ അവസാനിപ്പിച്ചിട്ടേ തിരിച്ചു കയറും. ഞങ്ങൾ 4 പേർക്കും 4 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ഈ ഒളിവിലെ പോരാട്ടം തുടരും. സത്യമായും കെവിൻ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു. മാഡം, ഞങ്ങൾ ഒറ്റക്കെട്ടായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ പേടിയാണെന്നൊക്കെ പറഞ്ഞ് തളർത്തരുത്. മാഡം ഒന്നും അറിയണ്ട, ഞങ്ങൾ വിജയം മാഡത്തിൻ്റെ കയ്യിൽ കൊണ്ടുതരും. ഋഷി എത്ര കാലം മുറിക്കകത്ത് മരിച്ചുപോയ ഒരാളായി അടച്ചിരിക്കും? അതുപോലെ വെറുതെ ആണെങ്കിലും എൻ്റെ മോൻ മരിച്ചു പോയി എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മേ, ഞാൻ മരിച്ചതായിട്ട് അഭിനയിക്കുന്നത് ശത്രുക്കളുടെ യഥാർത്ഥ മരണം കാണാനാ. മാർഗം ഏതായാലും ലക്ഷ്യമല്ലേ മാഡം പ്രധാനം.